ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി വന്നേക്കുവാണേ. ഇപ്പോൾ ചെറിയൊരു മഴ കഴിഞ്ഞിട്ടങ്ങ് പോയിട്ടെ, പക്ഷേ നമ്മുടെ ഇവിടെ നനയാൻ പാകത്തിനുള്ള മഴയൊന്നും പെയ്തില്ല, ഒരു ചിന്ന മഴ അത്രേ ഉള്ളൂ. അപ്പോൾ അമ്മ ചക്ക ഇട്ടിട്ടുണ്ട്, അപ്പം ഞാൻ ചക്ക എടുക്കാൻ പോയി. ഇന്ന് നമ്മൾ ചക്ക വേവിക്കാൻ പോയി. ഇന്ന് നമ്മൾ ചക്ക വേവിക്കുന്നതിൻ്റെ വ്ളോഗാണ്. ഓ മൈ ഗോഡ്, ഇതെവിടെയാണ് ചക്ക കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. അമ്മ നേരത്തെ ഇട്ട് വെച്ചിരുന്നു. മഴ പെയ്തുകൊണ്ട് തന്നെയല്ല, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥയാണ്, തൊഴിലുറപ്പിന് കേൾക്കുമായിരുന്നു. അപ്പോൾ അവി തന്നെയാണ്, അപ്പോൾ തൊഴിലുറപ്പിന് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ചക്ക എടുത്തിട്ടുണ്ട്. അമ്മ നേരത്തെ എടുത്തു, അമ്മക്ക് കയറ്റം കയറി എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പോയി എടുത്തുകൊണ്ട് വരട്ടെ, ഞാൻ കാണിച്ചു തരാം ചക്ക എവിടെ കിടക്കുന്നതിന്. കണ്ടോ, ദേ കിടക്കുന്നതാണ് നമ്മുടെ ചക്ക. കണ്ടോ, അവിടുന്ന് ഇങ്ങോട്ട് കയറിക്കൊണ്ട് വരണത് ഭയങ്കര പാടാണ്. ഇവിടുത്തെ വഴി ഭയങ്കര ഡേഞ്ചറാണ്, ഭയങ്കര എന്താ പറയുക, ഗ്രിപ്പ് കിട്ടും. മോനെ വീഴാതെ പോ. അവരോട് വരണ്ടാന്ന് പറഞ്ഞു, എന്തിനു വന്ന് വരുന്നതാണോ ഇവിടെ ചെറുക്കോ. കണ്ടോ, ഇതേ പറഞ്ഞ് നോക്കി ഇറങ്ങി പോണെന്ന്. തെന്നും ഇവിടെ മൊത്തം പാറയാ, തെന്നി കിടക്കുക. ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ ഊർക്കപ്പുറമാണ് നമ്മുടെ ഈ സ്ഥലമേ. അപ്പൂസേ, നിങ്ങൾ ഇവിടെ നിന്നത്, ഞാൻ താഴെ എടുത്തിട്ട് വന്നോളാം, താഴോട്ട് വരണ്ട. വേണ്ട, അവിടെ വഴിയില്ല ബിക്കുട്ടാ, ഇവിടെ നിന്നോ. അപ്പം ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ കേസ്. ഇവന്മാർ 2 അടി കൊടുത്ത് കയറ്റി വിട്ടെ. അപ്പൂസേ അങ്ങോട്ട് കയറുവാ. അപ്പൂസ് കയറുവാ. നിങ്ങളിവിടെ നിന്നാൽ ചക്കം കൊണ്ട് ഞാൻ കയറി വരുമ്പോൾ എനിക്കത് തടസ്സമാണ്. ഇങ്ങ് കയറുവാ. അബി ഇവിടെ വാ. അബി അവിടെ നിന്നാൽ താട്ട്. അവനാ ഒട്ടും പറക്കണ്ടോ, കയറി വരാം. ഇതിലൂടെ ഞാൻ ഇനി ചക്ക എടുത്ത് വരുന്ന ഭയങ്കര പാടാ. കണ്ടോ, ഇത്രയും നനഞ്ഞിട്ടുള്ളൂ മഴ പെയ്തിട്ട്. അത് മണ്ണാ ഇത്. കണ്ടോ, ചെറിയൊരു ഇടി കൊടുങ്ങുന്നുണ്ടേ. മഴക്കാറ് കയറി കിടക്കുന്നുണ്ട്, മഴ പെയ്യുമോയെന്നറിയത്തില്ല. അപ്പം ഞാൻ പോയി ചക്ക എടുത്തോണ്ട് വന്നിട്ട് ബാക്കി കാണിക്കും. കല്ലല്ല ജില്ല. അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ശ്വാസം മുട്ടിയാ കേറി ഇങ്ങോട്ട്. എന്നത് അയാണാ കേറിയോ? ഉരുട്ടിക്കൊണ്ടോ? ബാഹുബലി എവിടെ ഇരുന്നേ? പോട്ടെ ജിഞ്ചുട് വാവി, ചക്കട വാവി, കുഞ്ഞിന് വാവി. ഞങ്ങൾ എന്നെ കുളിപ്പിച്ചിട്ടോ, വെള്ളം വെച്ച് ഹോളി കളിച്ചതാ. അങ്ങനെ അമ്മ ചക്ക വെട്ടി കഴിച്ച്, നല്ല മൂത്ത ചക്ക. ഒയ്യോ, വെട്ടമില്ല, ഒന്നുകൂടെ മുറിച്ചിട്ട് കാണിച്ചു തരാം. അത് ഇങ്ങനെയാണ് ചക്ക വെട്ടുന്നത്. എനിക്കിങ്ങനെ വെട്ടാൻ അറിയത്തില്ല, ഞാൻ വെട്ടിയ കുനുകുനാന്നായി. ഇപ്പോൾ ഒന്നുകൂടെ മുറിച്ചിട്ട് വലിച്ചേ വരയ്ക്ക്. പുഴുങ്ങാൻ പാത്രം മൂത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലും ചക്ക വയ്ക്കാൻ പോവാണ്. എല്ലും ചക്ക കഴിഞ്ഞ വർഷം നമ്മൾ വെച്ചില്ല അല്ലേ? ഈ വർഷത്തെ ആദ്യത്തെ എല്ലും ചക്കയാണ്. എടാ, എല്ലും കപ്പ നല്ല ടേസ്റ്റാടാ. നീ കഴിച്ചിട്ടില്ലല്ലോ അല്ലേ? നല്ല മൂത്ത് പാകമായ ചക്ക, നന്നായിട്ട് മൂത്ത കേട്ടോ ചക്ക. പറഞ്ഞു വീണ് ദാഹിച്ച് വെള്ളം വന്ന് കുടിക്കാൻ. ചക്കാണോടാ? എനിക്ക് പുഴുക്കിനെക്കാട്ടിലും ഇങ്ങനെ പച്ചക്ക ഇടണ ഇഷ്ടം. ഞാൻ ഏറ്റവും കൂടുതൽ പച്ചക്ക തന്നോളൂ. പുഴുങ്ങി അങ്ങനെ ചേട്ടാ നേരം വരുമ്പോൾ എല്ലാം മേടിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് ഞങ്ങൾ ചക്ക ഇട്ട എല്ലാം ഇറച്ചി കൊണ്ടുവരും. അപ്പം ഞങ്ങൾ ചക്കപ്പുഴുക്കും മില്ലും തിന്നാൻ പോകണം ഗൈസ്. അങ്ങനെ ഇതേ നമ്മൾ നമ്മുടെ എല്ലും ചക്കയും വേവിക്കാനുള്ള ചക്ക ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഇവിടെ ഇപ്പോൾ ചെറുതായിട്ടൊരു മഴ പെയ്യുന്നുണ്ട്. ഞാൻ നമ്മുടെ ഓൺ വോയിസ് തന്നെ വീഡിയോ വിടാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ അന്നേരം നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടുതലാണ്.
അതുകൊണ്ട് തന്നെ ഇച്ചിരി സ്പീഡ് കൂട്ടി നമ്മളങ്ങ് വോയിസ് ഓവർ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. ലെങ്ത് കൂടുതലാണെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനും അബിക്കുട്ടനും അപ്പൂസും എല്ലാം കൂടെ ഇരുന്ന് ചക്കച്ചുള ഒരുക്കുവാണ് കേട്ടോ. ഞാൻ ഈ ഒരുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാനത് പച്ചയ്ക്ക് തിന്നാറാണ് പതിവ്. കാരണം എനിക്ക് എല്ലാം ചക്ക ആയതുകൊണ്ടാണ് ഞാൻ കഴിച്ചേക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ നമ്മുടെ പുഴുക്കൊക്കെ പുഴുങ്ങുവാണെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കത്തിട്ടില്ല കേട്ടോ. എനിക്ക് എന്നാന്ന് അറിയത്തില്ല, പുഴുക്കിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. എനിക്ക് പച്ചയ്ക്ക് തിന്നാനല്ല പഴം തിന്നാനാണ് ഇഷ്ടം. എന്നിട്ട് ചക്കയെല്ലാം ഒരുക്കി തുടങ്ങി. പിന്നെ അമ്മ വെട്ടി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അമ്മ ഒരുക്കി തരാൻ എന്നോട് അരിഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ സാധാ ചക്കപ്പുഴുക്കിന് അരിയുന്നല്ല കുനുകുനാന്ന് അരിയാട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു അത്രയും കുനുകുനാന്ന് അരിയണ്ട, ഒരു ചക്ക പീസ് എടുത്തിട്ട് അത് വട്ടത്തിൽ 3ആയിട്ട് അങ്ങനെ മുറിച്ചിട്ടാൽ മതി. കാരണം എല്ലും ചക്കയല്ലേ. തന്നെയല്ല നമ്മുടെ ഇത് വരിക്കയല്ല, കൂഴച്ചക്കയാണ്. അപ്പോൾ കൂഴച്ചക്ക ആയതുകൊണ്ട് നമ്മൾ ആവി കയറ്റി കഴിയുമ്പോൾ അത് ഒത്തിരി അവിഞ്ഞു പോകുമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മളിങ്ങനെ വറക്കാനൊക്കെ നേരെ കീറത്തില്ലേ, അങ്ങനെ കീറരുത്. അങ്ങനെ കീറിയിട്ടുണ്ടെങ്കിൽ കൂഴച്ചക്കയൊക്കെ അറിയാമല്ലോ, അതിന് നൂല് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പുഴുക്കൻ ഇളക്കുമ്പോഴും അതിങ്ങനെ നൂല് വലിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വട്ടത്തിലിടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചക്ക എടുത്ത് 3ആയിട്ടൊക്കെ ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞ് ചക്ക നേരത്തെ നമ്മൾ ഇച്ചിരി ഉപ്പും മുളകും ഇട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. നമ്മൾ ഗ്യാസിലല്ല അടുപ്പത്താണ് വെക്കുന്നത്. പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം ഇതാണ് കേട്ടോ, നിങ്ങളത് ചെയ്യരുത്. കാരണം നമ്മുടെ എല്ലൊക്കെ വേവിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചക്ക അടുപ്പത്ത് വെക്കാവുള്ളൂ. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. അങ്ങനെ ചക്കയൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ നമുക്ക് ഒത്തിരി പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ വലിയ തേച്ചരച്ച് കഴുകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം എന്നാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചക്ക വെട്ടാനും ചക്ക ഇടാനും അരിയാനും ഒക്കെ എടുത്ത പാത്രങ്ങളായിരുന്നു. ഓൾറെഡി ഞാൻ കഴുകി വെച്ചേക്കുന്ന പാത്രങ്ങൾ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഇത് മാറാൻ വേണ്ടി മാത്രം ഒന്ന് കഴുകി വെച്ചാൽ മതി. ഇതില്ല നിരന്ന് കിടന്നാൽ നമുക്കത് ഇതാണല്ലോ. അബിക്കുട്ടനും അപ്പോൾ ഏതാണ്ടൊക്കെ എൻ്റെ ഇടയ്ക്ക് വന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് ഇടാൻ പറ്റിയില്ല. കാരണം വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് അത് കേൾപ്പിക്കാൻ പറ്റിയില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ അവന്മാർ നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴുകിയെടുത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായി എല്ലും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ല് അമ്മേനെ കഴുകി അടുപ്പത്ത് വെക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവ അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ. എൻ്റെ കൈ ചക്ക അരിഞ്ഞപ്പോൾ ഒന്ന് മുറിഞ്ഞുകൊണ്ട് ഞാൻ മറ്റേ വേറെ ഫിംഗർ ക്യാപ്പ് നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഞാനൊരു ഗ്ലൗസ് അങ്ങ് എടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അന്നേരത്തേനും അവന്മാർ ഐസ്ക്രീം മേടിച്ചുകൊണ്ടിരുന്നു. അത് അവന്മാരുടെ അമ്മ മേടിച്ചു കൊടുത്തത്. അപ്പോൾ അപ്പുറം അവന്മാർ കശുവണ്ടി ഉരിയാൻ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിൽക്കുമ്പോൾ അവന്മാർക്ക് ഐസ്ക്രീം മേടിച്ച് തരാമെന്ന് പറഞ്ഞ് റെഡ് വെൽവെറ്റിൻ്റെ ആണ്ടോ മേടിച്ചു. അപ്പോൾ അപ്പുറത്തുകാർ മേടിച്ചതുകൊണ്ട് അവന്മാർക്ക് 2 പേർക്കും മേടിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ അവന്മാർക്ക് 2 പേർക്ക് മാത്രമായിട്ട് മേടിച്ചതെന്നുണ്ടെങ്കിൽ 2 പേര് എന്നെ വന്നിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. മറ്റേ റെഡ് വെൽവെറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം അങ്ങനെ കഴിച്ചുമില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ എല്ലിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല ഇത് ഞാൻ വറുത്തിട്ടാട്ടോ എല്ലിലേക്ക് ചേർക്കുന്നത്. നല്ലത് സവോള വഴറ്റി നമ്മൾ സാധാ കറി വെക്കുന്ന പോലെ എല്ലും കപ്പയാണെങ്കിലും എല്ലും ചക്കയാണെങ്കിലും ഉണ്ടാക്കുന്നവരുണ്ടാവാം. പക്ഷെ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെങ്ങനെയാണോ എന്ന് പറഞ്ഞു തന്നെ. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എണ്ണ ഒഴിച്ച് കടുകൊന്നും പൊട്ടിക്കത്തില്ല, നമ്മുടെ പെരിഞ്ചീരകം ഇടും. ഇട്ടിട്ട് നമ്മുടെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി സവോള ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മസാലയും കൂടി അതിനകത്തോട്ട് ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. ഇങ്ങനെ ചെയ്യണമെന്നില്ല, അന്നേരത്തേനും പെട്ടെന്ന് കരണ്ട്. നമ്മുടെ ഈ ഇടുക്കിയിലുള്ളൊരു പ്രശ്നമാണ് കേട്ടോ. എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്കറിയാം. നമ്മുടെ ഇടുക്കിയിൽ പൊതുവെ ചെറിയൊരു മഴ വന്നാൽ അപ്പം കരണ്ടു. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നെ ഭയങ്കര പാടാണ്. നമ്മുടെ ഈ വേനൽ മഴയിലേ ഇങ്ങനെ. അപ്പം മഴക്കാലത്ത് ഞങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് അവിടുന്ന് പൊട്ടി വരുമോ ഇവിടുന്ന് പൊട്ടി വരുമോ എന്നൊക്കെ അറിയാതെ നമ്മൾ ഈ ഇരുട്ടത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. എൻ്റെ പൊന്നു മക്കളെ ഓർക്കാൻ കൂടി പറ്റുന്നില്ല. പിന്നെ ഞാൻ ആ മസാലയൊക്കെ ഒന്ന് വഴറ്റി നമ്മുടെ എല്ലിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഞാനത് എല്ലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരത്തേനും നമ്മുടെ കപ്പയുടെ ആ ചൂടങ്ങ് ചക്കയുടെ ചൂടങ്ങ് പോയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിലും പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു എന്ന്. കാരണം ഇത് ലാസ്റ്റ് ഇളക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ചക്ക വേറെയും എല്ല് വേറെയായിട്ട് ഇത് സെറ്റായി. എന്നാലും ഒരു കുഴഞ്ഞ ആ ഒരു പരുവത്തിന് വന്നില്ല. അപ്പം നിങ്ങൾ എൻ്റെ ആ ഒരു തെറ്റ് ആവർത്തിക്കരുത്. ഇത് കണ്ടോ, നമ്മുടെ കപ്പ ഇച്ചിരി ഇതായിട്ടും എല്ല് വേറെ ആയിട്ടും ഒക്കെ കിടക്കുന്നത്. എന്നാലും നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ വെക്കണമെന്ന് വിചാരിച്ച് പറ്റിയില്ല. ഈ വർഷം അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലും ചക്കയും വേവിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടാറ്റാ.